അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 സെൻറ്റൻസ്. ഒന്ന്, ഐ സ്റ്റഡീഡ് ഇനഫ് ടു പാസ് ദ എക്സാമും ഐ ഹാവ് സ്റ്റഡീഡ് ഇനഫ് ടു പാസ് ദ എക്സാം. സർ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? വളരെ പെട്ടെന്ന് തന്നെ പറയാം. ഐ സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ അവിടെ ഹാസോ ഹാവോ ഇല്ല. മീൻസ് അത് ഓൾറെഡി ഫിനിഷ്ഡാണ്, അത് കംപ്ലീറ്റഡാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഓർത്താൽ മതി. ഇടയ്ക്ക് ഹാസോ ഹാവോ വന്ന് കയറുമ്പോഴാണ് അത് കഴിഞ്ഞിട്ടില്ല, അത് അൺഫിനിഷ്ഡ് ആക്ഷനാണെന്ന് ഓർക്കുക. അപ്പം നിലവിൽ ഐ സ്റ്റഡീഡ് ഇനഫ് ടു പാസ് ദ എക്സാം എന്ന് പറഞ്ഞാൽ ആ എക്സാം ഓൾറെഡി ഫിനിഷായി. ഞാൻ അന്ന് ആ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഐ ഹാവ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ മേ ബി നാളെ ആയിരിക്കാം എക്സാം. ആ എക്സാമിന് വേണ്ടി ഞാൻ പഠിച്ചിട്ടുണ്ട്, അത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ആ എക്സാം എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്ന്, ഐ സ്റ്റഡീഡ് ഇനഫ് ടു പാസ് ദ എക്സാം എന്ന് പറഞ്ഞാൽ എക്സാം ഓൾറെഡി ഫിനിഷായി. ഐ ഹാവ് സ്റ്റഡീഡ് ഇനഫ് ടു പാസ് ദ എക്സാം എന്ന് പറഞ്ഞാൽ ആ എക്സാം കഴിഞ്ഞിട്ടില്ല, അതിന് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ചെറിയ വ്യത്യാസം, ഒറ്റ വേർഡ്. ആ ഹാസും ഹാവും അറിയാതെ കുറച്ചേറെ കുട്ടികൾ ക്ലാസ്സുകൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു, അതിനെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ബേസിക് ഗ്രാമറുകൾ കൃത്യമായിട്ട് ഉറപ്പിച്ചെങ്കിൽ നിങ്ങളുടെ ലെറ്ററിൽ മിസ്റ്റേക്കുകൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം 2 സെൻറ്റൻസ്. ഹാസ് എവിടെ വേണം, ഹാവ് എവിടെ വേണം എന്ന് അറിയാവുന്ന കുട്ടിയെ സംബന്ധിച്ച് മിസ്റ്റേക്കുകളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതേപോലുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ മതി നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ. അപ്പോൾ ഈ വരുന്ന ബുധനാഴ്ച ഒരു പുതിയ ബാച്ച് ടിജൂസ് അക്കാഡമിയിൽ ആരംഭിക്കുന്നു. ഇതേപോലുള്ള ടിപ്പുകളുമായിട്ട് പഠിപ്പിക്കാനായിട്ട് ഞാനും കൂടെ എത്തുന്നു. എന്നാൽ പിന്നെ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ, ഉറപ്പാണ് വിജയം.